CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോഴിക്കോട് 8 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിലിന്റെ ഫ്ളാറ്റിൽ ഉൾപ്പെടെയാണ് മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ നിന്നും കണ്ടെത്തിയ തെളിവുകളെക്കുറിച്ച് ED വ്യക്തത വരുത്തിയിട്ടില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് നമ്മളുമായി ചേരുന്നത്. അനീഷ്, ED ഈ കേസിൽ ഒരു വല വിരിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം വീണയുടെ ജീവിത പങ്കാളിയുടെ സുഹൃത്തുക്കളിലേക്ക് പോലും ഇപ്പോൾ അന്വേഷണം എത്തുന്നു. EDയുടെ ഭാഗത്തു നിന്ന് അവരെന്താണ് കണ്ടെത്തിയത് എന്നതിന് ഉള്ളതിൽ അവ്യക്തതയുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ അനീഷ്? തീർച്ചയായും CMRL എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് മെയ് 27-ന് ടി വീണയുടെ തിരുവനന്തപുരത്തെ വീട്ടിലും ഒപ്പം അവരുടെ ജീവിത പങ്കാളിയായ ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസിന്റെ കോട്ടുള്ളിലെ വീട്ടിലും അടക്കം അന്ന് പരിശോധനകൾ നടത്തിയിരുന്നു. അന്നത്തെ പരിശോധനകളിൽ വീണയ്ക്ക് ഉടമസ്ഥതയുള്ള അല്ലെങ്കിൽ വീണയ്ക്ക് പങ്കാളിത്തമുള്ള മറ്റൊരു സ്ഥാപനത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന പേരിൽ കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് പങ്കാളിത്ത അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനം. 15,57,000 രൂപ ഈ ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ അക്കൗണ്ടിൽ വീണയുടേതായി ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള പരിശോധനകൾ ആരംഭിച്ചത്. ഇത് കോഴിക്കോട് പന്തിരാങ്കാവിലെ ഒരു വിലാസത്തിലാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതൊരു വെയർഹൗസ്, ഹോൾസെയിൽ, റീറ്റെയിൽ, ഡീലർഷിപ്പ് തുടങ്ങി അങ്ങനെ ഒരു വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം, ബിസിനസ് സ്ഥാപനം എന്ന രീതിയിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ആണ് വിതരണം അല്ലെങ്കിൽ പ്രധാന ഇടപാടുകൾ നടത്തിയതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഈ കോഴിക്കോട് നഗരത്തിലെ തന്നെ ചില ഇത്തരം ബിസിനസ് ഇടപാടുകൾ നടത്തുന്നവരിലേക്ക് അന്വേഷണം നീങ്ങിയത്. ഒപ്പം CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിലിന്റെ പേരും ഈ വീണയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ചില അക്കൗണ്ട് വിശദാംശങ്ങളിലും ഡയറിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് EDയിൽ നിന്നും പ്രാഥമികമായി വിവരങ്ങൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ മുതൽ പുലർച്ചെ മുതൽ രാത്രി വരെ നീളുന്ന റെയ്ഡ് നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനം പി നിഖിലിന്റെ വീട്ടിലെ റെയ്ഡ് തന്നെയാണ്. അദ്ദേഹം CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഒപ്പം DYFയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായിരുന്നു. ഒപ്പം ഈ PA മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, സഹപ്രവർത്തകർ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സോളസ് എന്ന പേരിലുള്ള ഒരു പരസ്യ കമ്പനിയുണ്ട്. അത് ജില്ലയ്ക്കകത്തും പുറത്തുമൊക്കെ ഒരുപാട് പരസ്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അവിടെയാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ റെയ്ഡ് പൂർത്തിയാക്കുകയും ചെയ്ത്. മറ്റൊന്ന് PA മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന DTPCയുടെ ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദുലാലിൻ്റെ കൊണ്ടോപ്പറമ്പിലെ വീടായിരുന്നു. അദ്ദേഹവും DYFയുടെ നേതാവ് എന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ്. അദ്ദേഹവുമായും ചില സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളുണ്ട് എന്ന ഒരു പ്രാഥമിക വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിശോധന നടത്തിയത്. ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ ടി വീണയുമായി ബന്ധമുള്ള സ്ഥാപനത്തിലെ മറ്റൊരു സഹപങ്കാളിയായ ആളാണ് KCK ഡെന്റൽസ് ആൻഡ് സർജിക്കൽ സ്ഥാപനത്തിൻ്റെ ഉടമ. അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലും ഒപ്പം KCK ഡെന്റൽസ് ആൻഡ് സർജിക്കൽ സരോവരം റോഡിലുള്ള സ്ഥാപനത്തിലുമൊക്കെ പരിശോധന നടത്തി. ഒപ്പം പന്തീരാങ്കാവ് സ്വദേശി വാരിഷ് കളത്തിങ്ങൽ ഉടമസ്ഥയിലുള്ള ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, കാരപ്പറമ്പ് സ്വദേശി ഷബീബ് മുഹമ്മദിൻ്റെ വീട്, മുഹമ്മദ് റിയാസിൻ്റെ സഹപാഠി ഫൈജാസിൻ്റെ വീട് എന്നിവിടങ്ങളിലുമൊക്കെ ഈ റെയ്ഡുകൾ നടത്തുന്നു. നമുക്കെന്തായാലും ഈ റെയ്ഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം ഇവർ ED നീട്ടുന്നു എന്നത് തന്നെയാണ്. കാരണം കോട്ടുള്ളിൽ നടത്തിയ റെയ്ഡിൽ കാര്യമായ മുഹമ്മദ് റിയാസിനെതിരായ രേഖകളൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ രാഷ്ട്രീയമായി ഇത്തരം നടപടികളുമായി, പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾ രാഷ്ട്രീയമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് CPM ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും നമ്മൾ ഈ പരിശോധന നടത്തിയ ആളുകളുടെ വീടുകൾ ഒന്ന് കണക്കാക്കിയാൽ കൂടുതലും ഈ റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം സഹപ്രവർത്തകരായി പാർട്ടിയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഇവരെല്ലാവരും ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്നവരുമാണ്. എന്തായാലും ആദ്യ ഘട്ടത്തിൽ നടത്തിയ പരിശോധനകളിൽ ഒരു തുടർ പരിശോധനകളെന്നാണ് ED ഇതേക്കുറിച്ച് ഇപ്പോഴും വിശദീകരിക്കുന്നത്. എന്നാൽ ഇന്നലെ നടത്തിയ വ്യാപകമായ തെരച്ചിൽ ഏതാണ്ട് 8 ഇടങ്ങളിലായി രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന പരിശോധനയിൽ എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ രേഖകൾ പുതുതായി കണ്ടെത്തി, എന്തൊക്കെ അക്കൗണ്ടുകളിൽ നിന്നുള്ള പണമിടപാടുകളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു എന്നീ കാര്യങ്ങൾക്കൊന്നും ഇപ്പോഴും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ED പുറത്തുവിട്ടേക്കും. ശരി അനീഷ്, എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ED നടത്തിയ റെയ്ഡിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.